കൊഞ്ച് നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. കൊഞ്ച് കൊണ്ട് നമുക്ക് പ്രോൺസ് നിർവാണ ഗ്രീൻ കളറുള്ളൊരു നല്ല ഗ്രേവിയുള്ളൊരു കറിയാണ്. എൻ്റെ ഒരു ഫ്രണ്ട് തന്ന റെസിപ്പിയാണിത്. അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: കുറച്ച് മല്ലിയില, കുറച്ച് കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 5 പച്ചമുളക്, തേങ്ങയുടെ 1/4 പാൽ നല്ല കട്ടിക്ക് കലക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഫ്രൈ ചെയ്യാനായി കറിവേപ്പില ചെറുത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പച്ചമുളകും, പിന്നെ വെളിച്ചെണ്ണ, വിനീഗർ, ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക്, ഒരു 3-4 കുരുമുളകും ലേശം കുരുമുളക് പൊടിയും കൂടെ ചേർക്കണം. ആദ്യം നമുക്ക് ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ആദ്യം മല്ലിയില ചേർക്കാം. ഗ്രീൻ കളറിലാണ് ഈ പ്രോൺസ് കറി ഇരിക്കുന്നത്. അതിനായി മല്ലിയില, പിന്നെ ഒരു പിടി കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, അഞ്ച് പച്ചമുളക്, ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, ഓയിൽ, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു 4 പീസ് കുരുമുളക്, എല്ലാം കൂടി ചേർത്ത് നമുക്ക് നല്ല പേസ്റ്റായി അരച്ചെടുക്കാം. എല്ലാം നല്ല പേസ്റ്റായി അരച്ചിട്ടുണ്ട്. നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം. എല്ലാം നമ്മൾ പേസ്റ്റായി അടിച്ചെടുത്തിട്ടുണ്ട്. ഗ്രീൻ കളറിലെ പേസ്റ്റാണിത്. ഇത് നമുക്ക് പ്രോൺസിലോട്ട് ചേർക്കാം. ചേർത്ത് നല്ലതുപോലെ മാരിനേറ്റ് ചെയ്ത് അരമണിക്കൂർ നമുക്കത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. നമുക്ക് അടച്ച് ഒരു അരമണിക്കൂർ മസാലയൊക്കെ ഒന്ന് പിടിക്കട്ടെ. മസാല എല്ലാം പിടിച്ച് അരമണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാം. ഷാലോ ഫ്രൈ. ഒരു കടായി വെച്ച് സ്റ്റവ് കത്തിക്കാം. കടായി ഒന്ന് ചൂടാകട്ടെ. ചൂടാകുമ്പോൾ കുറച്ച് ഓയിൽ ഒഴിക്കാം. ഓയിലൊന്ന് ചൂടാകുമ്പോൾ നമുക്ക് പ്രോൺസ് ഓരോന്നായി പെറുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാ പ്രോൺസും നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും ചേർക്കണം. ചെറുതായി മുക്കി വെച്ച് കറിവേപ്പില ഈ സൈഡിലോട്ട് ഒന്ന് ഇളക്കി. മീഡിയം ഫ്ലെയിമിൽ അതൊന്ന് ഫ്രൈ ആയിട്ട് നന്നായി മൂത്തിട്ടുണ്ട്. നമുക്ക്
നമുക്കൊന്ന് തിരിച്ചിടാം. എല്ലാം ഇതേപോലെ ഒന്ന് തിരിച്ചിടാം. കൊഞ്ചൊക്കെ ഇത് നല്ല വെന്തിട്ടുണ്ട്. ഈ സമയം നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. അതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം തേങ്ങയുടെ 1/4 പാൽ ചേർക്കാം. വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. തുറക്കാം. തേങ്ങാപ്പാലെല്ലാം ചേർത്ത് നല്ലതുപോലെ തിളയ്ക്കാൻ തുടങ്ങും. പ്രോൺസ് നെടുവാണ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉപ്പൊന്ന് നോക്കാം. ഉപ്പൊക്കെ ആവശ്യത്തില്ല. പ്രോൺസ് നെടുവാണ് റെഡി ആയിട്ടുണ്ട്. കുറുകിയ ഗ്രേവിയോടുകൂടി നല്ല പച്ച കളറിൽ. ലാസ്റ്റ് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയ ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. പഞ്ചസാര വേണമെങ്കിൽ ചേർത്താൽ മതി. ഞാൻ വെറുതെ ഒരു നുള്ളു പഞ്ചസാര ചേർത്തിട്ടുണ്ട്. പ്രോൺസ് നിർവ്വാണ റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. തണുത്ത ശേഷം നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പിയായി വീണ്ടും കാണാം. താങ്ക് യു. ഇനി ഇരുന്ന് കുറേ വറ്റില്ല. അടച്ചു വെച്ച് ഫ്ലെയിം ഓഫ് ചെയ്യുക. അടപ്പൊന്ന് തുറക്കാം. പ്രോൺസ് നിർവ്വാണ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. Prawns നിർവ്വാണ റെഡി.